ഹലോ ഗൈസ്, അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് വിത്ത് എക്സാമ്പിൾ. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ടൈം കൗണ്ടബിൾ എന്നും ഡിസ്ക്രീറ്റ് ടൈം അൺകൗണ്ടബിൾ എന്നും. കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താ? കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണി എടുക്കാൻ പറ്റുന്നതിനെയും. അൺകൗണ്ടബിൾ എന്ന് വെച്ചാൽ എണ്ണി എടുക്കാൻ പറ്റാത്തതിനെയും. ഇതിനെ രണ്ടിനെ നമ്മൾ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് ആയിട്ടും കണ്ടിന്യൂസ് സ്റ്റേറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റിൻ്റെ വേറൊരു പേരാണ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസും കണ്ടിന്യൂസ് സ്റ്റേറ്റിൻ്റെ വേറെ പേരാണ് കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് എന്ന്. ഇവിടെ രണ്ടിടത്തും സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ടിടം സെയിം ആണ്, പക്ഷേ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ വേറെ പേരാണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റിൻ്റെ എക്സാമ്പിളാണ് എന്തുവാ, ഒരു കോയിൻ ടോസ് ചെയ്താൽ അതിൻ്റെ ഔട്ട്കം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. കണ്ടിന്യൂസ് സ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഒരു ടൈം ഇൻ്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കൗണ്ടബിളാണ്. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. പിന്നെ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റിൻ്റെ അൺകൗണ്ടബിളിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു കടയിൽ ഒരു ടൈമിൽ ഒരു ദിവസം ഒരു കടയിൽ എത്ര ആൾക്കാർ കയറി ഇറങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല. അത് അൺകൗണ്ടബിളാണ്. അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അൺകൗണ്ടബിൾ അല്ലേ. അതാണ് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റിൻ്റെത്. പിന്നെ കണ്ടിന്യൂസ് സ്റ്റേറ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു സിറ്റിയിൽ ഒരു ദിവസത്തെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഒരു സിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, സിറ്റി അല്ലേ. അതുകൊണ്ട് ഒരു ദിവസത്തെ എൻ്റെ ഡേയിൻ്റെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുവാ, അൺകൗണ്ടബിൾ ആണ്. ഇതാണ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. ഓക്കെ, ഹലോ ഗൈസ്, സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ രണ്ട് സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്, റെയിനി ആണെന്നും ഡ്രൈ ആണെന്നും പറഞ്ഞ് രണ്ട് സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് റെയിനി ആണെങ്കിൽ നാളെ റെയിനി ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് ഡ്രൈ ആണെങ്കിൽ നാളെ ഡ്രൈ ആയിരിക്കാനുള്ള പ്രോബിലിറ്റിയും ഹാഫ് ആയിരിക്കും. പിന്നെ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഓവറോൾ ഒരു 40% ദിവസവും റെയിനി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിനി കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മൺഡേ റെയിനിങ് ആണെങ്കിൽ തേഴ്സ്ഡേ റെയിനിങ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം നമുക്ക് രണ്ട് സ്റ്റേറ്റ്സ് എടുത്ത് എഴുതാം, റെയിനി ആണെന്നും ഡ്രൈ ആണെന്നും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 6T എന്ന് എഴുതിയിരിക്കുന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ റെയിനി ആണെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഇന്ന് ഡ്രൈ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്യണേ. അപ്പോഴത്തേക്ക് ഇന്ന് റെയിനി ആണെങ്കിൽ നാളെ റെയിനി ആവാനുള്ള ചാൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഹാഫ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇന്ന് റെയിനി ആണെങ്കിൽ നാളെ ഡ്രൈ ആവാനുള്ള പ്രോബിലിറ്റിയും ഹാഫ് എന്ന് തന്നിട്ടുണ്ട്, എടുത്തെഴുതി. ഇനി ഇന്ന് ഡ്രൈ ആണെങ്കിൽ നാളെ റെയിനി ആവാൻ അത് തന്നിട്ടില്ല, നമുക്കിത് രണ്ടും മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ഏതും പറഞ്ഞ് എഴുതി. അപ്പം ഇന്ന് ഡ്രൈ ആണെങ്കിൽ നാളെ ഡ്രൈ ആവാനുള്ള പ്രോബിലിറ്റി എത്ര, 1 - A. ഓക്കെ, ഇത് ഇത്ര എഴുതണം. എന്നിട്ട് ഹാഫ് മാറ്റി പോയിൻ്റ് ആക്കി എഴുതണം. ഇത്രയേ ഉള്ളൂ. പിന്നെ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 40% ഓഫ് ഡേയ്സും റെയിനി ആണെന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ പൈ ഈക്വൽ ടു പെർസെൻറ്റേജിനെ മാറ്റി എഴുതുമ്പോഴത്തേക്ക് 40/100 ഈക്വൽ ടു 0.40. ഇത് നമുക്കറിയാം, ഒരു 40% റെയിനി ആണെങ്കിൽ ബാക്കി 60% എന്തായിരിക്കും, ഡ്രൈ ആയിരിക്കും. സ്റ്റിൽ നമ്മളെടുത്ത് എഴുതുന്നേ ഉള്ളൂ. π2 എന്ന് പറയുന്നത് 1 - π1. അപ്പോൾ എത്ര കിട്ടുന്നത്, 0.60 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 60% തന്നെയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ പൈ ഇൻറ്റു പ്രോബിലിറ്റി ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞ് എടുത്തെഴുതാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ എയുടെയും 1 - എയുടെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ എടുത്ത് എഴുതിയിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ 0.4 ഇൻറ്റു 0.5 പ്ലസ് 0.6 ഇൻറ്റു എ ഈക്വൽ ടു ഇത്. ഓക്കെ, ഇങ്ങനെ 0.4 ഇൻറ്റു 0.5 പ്ലസ് 0.6 ഇൻറ്റു എ ഈക്വൽസ് ടു 0.4. ഇനി ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 0.20 കിട്ടും. പ്ലസ് ഇത് ഇതേപോലെ എടുത്ത് എഴുതുക, ഇൻറ്റു ഏതാ കിടക്കുന്നത്, ഈക്വൽ ടു 0.4. എന്നിട്ട് ഈ 0.20നെ അപ്പുറത്തുണ്ട്, അപ്പോൾ -0.20 ആവും, ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 0.6ന് എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ 0.2 ഡിവൈഡഡ് ബൈ ഈ 0.6 താഴെ വരും, ഈക്വൽ ടു 1/3. ഇനി ഇപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി 1 - A കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്ത് എഴുതിയിട്ട് 1 - എയുടെ വാല്യൂ 1/3 ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പ്രോബിലിറ്റി, ഈ സാധനം ഉണ്ടല്ലോ, ഇത് എടുത്ത് എഴുതുക. എന്നിട്ട് അതിലുള്ള എയുടെയും 1 - എയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് അത് രണ്ടും കൊടുക്കുക. ഇതിപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾ മൺഡേ റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്തുവാ,
തേഴ്സ്ഡേ റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, നമുക്ക് മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ 3 ഡേയ്സ് ഉണ്ട്. അപ്പോൾ p⁻³ ചെയ്യണം, എന്നാലും നമുക്ക് തേഴ്സ്ഡേ റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ മെട്രിക്സ് എടുക്കുക, മെട്രിക്സ് എടുത്തിട്ട് ഈ വാല്യൂസ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്യൂബ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് സോൾവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഹലോ ഗൈസ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. WW, WL, LW, LL. ഇതെന്ന് വെച്ചാൽ ആദ്യത്തെ ഗെയിം, ഇതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗെയിം. ആദ്യത്തെ ഗെയിമിൽ ജയിച്ചാൽ W, രണ്ടാമത്തെ ഗെയിമിൽ ജയിച്ചാലും W. ഇപ്പോൾ 2 ജയിച്ചാൽ WW. ആദ്യത്തേൽ ജയിച്ചു, രണ്ടാമത്തെ ലോസ്റ്റായി. ആദ്യത്തേൽ ലോസ്റ്റായി, രണ്ടാമത്തെ ജയിച്ചു, രണ്ടും ലോസ്റ്റായി. ഓക്കെ, ഇതിനെ എടുത്ത് എഴുതാൻ വേണ്ടി ഈ 4 ഇങ്ങനെ എഴുതുക, മുകളിലോട്ട് എഴുതുക. ഇത് എങ്ങനെ എഴുതുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്, പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാ, ജയ് വിൻസ് എ ഗെയിം ദെൻ ഷി വിൻസ് എ നെക്സ്റ്റ് ഗെയിം. ആദ്യത്തേതും ജയിച്ചു, രണ്ടാമത്തേയും ജയിച്ചു, ആദ്യത്തേയും ജയിച്ചു, രണ്ടാമത്തെ ജയിച്ചു. അപ്പോൾ 0.6 ആണ് വാല്യൂ, പ്രോബിലിറ്റി. അതെടുത്ത് എഴുതണം. അടുത്ത എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഗെയിം ലോസ്റ്റായി, ലാസ്റ്റ് ഗെയിം ലോസ്റ്റായി, ലാസ്റ്റ് ഗെയിം ലോസ്റ്റായി പോയി. എന്നിട്ട് ദെൻ ഷി വിൻസ് ദ നെക്സ്റ്റ്. എന്നിട്ട് അവൾ എന്താ ചെയ്തത്, അടുത്ത ഗെയിം ജയിക്കുകയും ചെയ്തു. ആദ്യത്തേതിൽ ലാസ്റ്റ് ഗെയിം ലോസ്റ്റ് ആയിപ്പോയി, എന്നിട്ട് അടുത്തതിൽ ലാസ്റ്റ് ഗെയിം ജയിക്കുകയും ചെയ്തു. അപ്പം എന്തുവാ 0.7 ഇവിടെ എഴുതുന്നത്. ഓക്കെ, പിന്നെ എന്തുവാ ലാസ്റ്റ് രണ്ടും ലോസ്റ്റ് ആയിപ്പോയി, ലാസ്റ്റ് രണ്ടും ലോസ്റ്റ് ആയിപ്പോയി. എന്നിട്ട് വിൻസ് ദ നെക്സ്റ്റ്. അടുത്തതായപ്പോൾ എന്തുവാ നെക്സ്റ്റ്, ലാസ്റ്റ് രണ്ടും ലോസ്റ്റ് ആയിപ്പോയി എന്നല്ലേ പറഞ്ഞേ, പക്ഷേ നെക്സ്റ്റ് ആയപ്പോഴത്തേക്ക് അതിലവൾ ജയിച്ചു. ഓക്കെ, അപ്പോൾ 0.2 ഇവിടെ എഴുതും. ഇനിയിപ്പോൾ തോന്നാം ഈ 0.4, 3, 8 ഇതൊക്കെ എവിടെ നിന്ന് വന്നു. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ P+Q = 1. ഈ ഒരു റോയുടെ ടോട്ടൽ 1 സമ്മ് നമുക്ക് 1 ആയിരിക്കും കിട്ടേണ്ടത്. അതിന് വേണ്ടി നമ്മൾ P+Q = 1 എന്ന് പറഞ്ഞാൽ എടുക്കും. നമുക്ക് ഇവിടെ P ഉണ്ട്, Q കണ്ടുപിടിക്കണം എന്നല്ലേ ഉണ്ട്. അപ്പോൾ 1 - 0.6 എന്ന് പറയുമ്പോൾ 4 കിട്ടും, 0.4 കിട്ടും. അത് എവിടെ നമ്മൾ എഴുതേണ്ടത്, ഇവിടെ 3 സ്ഥലങ്ങളുണ്ട്, എവിടെ എഴുതും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ WWയിൽ രണ്ടാമത്തെ Wയും ഈ മണ്ടയിൽ എഴുതിയിൽ ആദ്യത്തേതും നോക്കണം. അത് രണ്ടും സെയിം ആണെങ്കിൽ ഇവിടെ 0.6 ഓൾറെഡി ഉണ്ട്. അതേ കണക്ക് ഇവിടുത്തെ രണ്ടാമത്തതും ഈ റോയിൽ വേറെ ഏതെങ്കിലും സെയിം വരുന്നുണ്ടോ? ഇവിടെയുണ്ട് W. അവിടെ നമ്മളപ്പോൾ നേരത്തെ 1 - 0.6 കിട്ടിയ വാല്യൂ 0.4 ഇവിടെ എഴുതും. ഇനിയിപ്പോൾ ഇതല്ലേ അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ വാല്യൂ എന്ത് W. ഇതല്ലേ ഇതിൽ രണ്ടാമത്തെ വാല്യൂ എന്ത് L. അത് ഈ മുകളിൽ ആദ്യത്തിൽ സെയിം വരുന്ന ഏതൊക്കെയുണ്ട്, ഈ L വരുന്ന വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ എഴുതി. അതേ കണക്ക് L വരുന്ന ഏതുണ്ട്, താണ്ട് ഇതുണ്ട്. അവിടെ നമ്മൾ എന്തുവാ 1 - 0.7 ചെയ്ത വാല്യൂ എത്ര, 0.3 കിട്ടും, അത് എഴുതും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യന് കിട്ടിയത് ഇതല്ലേ, അതേതാ L. L രണ്ടാമത്തെ ഏതാ L. മുകളിലെ L വരുന്ന ഏതുണ്ട്, ആദ്യം വരുന്ന ഇതുണ്ട്. ഇതിൻ്റെ ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം കിട്ടിയായിരുന്നു. അതേപോലെ ഇപ്പോൾ L വരുന്ന ഏതുണ്ട്, ഇതുണ്ട്. ഇതിൻ്റെ ആൻസർ എന്തുവാ 1 - 0.2 ചെയ്യുമ്പോൾ 0.8 കിട്ടും. ഇത് മൂന്നും ചെയ്തു. ഇവിടെ നമുക്ക് ഒരു വാല്യൂം P+Q എന്ന് എഴുതാൻ Qവും ഇല്ല Pയും ഇല്ല. പക്ഷെ നമുക്ക് ഇത് ഏതുണ്ട്, ഈ രണ്ട് സാധനങ്ങളും ഇല്ലേ, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത് എന്തുവാ W. അതിൽ ആദ്യം വരുന്ന ഏതാ W. ഇതിവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് തന്നെ. ഈ W വരുന്ന കേസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, കണ്ട. ഇതിലും W വരുന്നുണ്ട്, ഇവിടെയും W വരുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ എന്താ പ്രോബിലിറ്റി എഴുതേണ്ട സാധനം എഴുതി. ഇനി ഈ സ്ഥലത്തും ഇവിടെയും ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ 0 കൊടുക്കണം. എന്നിട്ട് P = ഈ സാധനം ഇങ്ങോട്ട് എടുത്ത് മാറ്റി എഴുതണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താ, ഈ ഗെയിം ജയിക്കാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി P = എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. എന്തുവാ 4 അല്ലേ ഉള്ളത്, അപ്പോൾ π1, π2, π3, π4 എന്ന് എഴുതണം. എന്നിട്ട് P ഇത് കണക്ക് എടുത്ത് എഴുതണം, = ഈ സെയിം സാധനം എഴുതണം, എന്താണോ അത് എഴുതണം. എന്നിട്ട് ഇതിനെ എങ്ങനെ എടുത്ത് എഴുതുന്നത്, ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ π1 × ഒന്നാമത്തതല്ലേ, അതുകൊണ്ട് π1 × 0.6 + π3. ഇതിലല്ലേ അടുത്ത് ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെയാണ് നോക്കുന്നത്. അതിൽ π1 × 0.6 + മൂന്നാമത്തെ ഏതാ π3 × 0.6 = π1. രണ്ടാമത് എഴുതുന്നത്
രണ്ടാമത്തെ ഏതൊക്കെയാണ് ഉള്ളത്? ഒന്നാമത്തെ സ്ഥാനത്തും മൂന്നാമത്തെ സ്ഥാനത്തും ഉള്ളത്. അതുകൊണ്ട് π1 ഇൻറ്റു 0.4 പ്ലസ് π3 ഇൻറ്റു 0.4 ഈക്വൽ ടു π2. കണ്ടോ? അടുത്തത് ചെയ്യുന്നത് എങ്ങനെ? ഇതിൽ രണ്ടാമത്തെ നാലാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് π2 ഇൻറ്റു 0.7 പ്ലസ് π4 ഇൻറ്റു 0.2 ഈക്വൽ ടു 0.3 എന്ന് എഴുതണം. അടുത്തത് π4 ഇവിടെ ഏതൊക്കെ? രണ്ടാമത്തെ നാലാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് π2 ഇൻറ്റു 0.3 പ്ലസ് π4 ഇൻറ്റു 0.8 ഈക്വൽ ടു π4. ഉണ്ടോ? എന്നിട്ട് π1 പ്ലസ് π2 പ്ലസ് π3 പ്ലസ് π4 ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് എഴുതണം. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക്, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് π3യുടെ വാല്യൂ 0.2 എന്ന് കിട്ടും. π3യും π2 ഈക്വൽ അല്ലേ? അപ്പോൾ രണ്ടും 0.2. ബാക്കി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ π1ൻ്റെയും π3ൻ്റെയും കൂടെ കിട്ടും. ഇത് π4 ആണ്. ഇതിനെല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് എഴുതണം. എന്നിട്ട് നേരത്തെ നമ്മൾ എഴുതിയതായിരുന്നു ഈ 4 സ്റ്റേറ്റ്മെൻറ്റും സ്റ്റേറ്റ്സ് എന്നും പറഞ്ഞ് എടുത്ത് എഴുതണം. പിന്നെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ നേരത്തെ എഴുതിയ വാല്യൂസ് ഇല്ലേ, അതിത്രയാണ് സാധനങ്ങൾ. അതത്രയും എടുത്ത് എഴുതണം. എന്നിട്ട് പൈ എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സാധനങ്ങളില്ലേ, π1 π2 π3 π4ൻ്റെ, അതും എടുത്ത് എഴുതണം. എന്നിട്ട് πw എന്ന് പറയുന്നത് π ഇൻറ്റു ഇത് 0.6 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ 0.18 കിട്ടും. അതും സോൾവ് ചെയ്ത് എടുത്ത് എഴുതണം. എന്നിട്ട് ഈ ഗെയിം ജയിച്ച പ്രോബിലിറ്റി അറിയാൻ വേണ്ടി ഈ കിട്ടിയ π ഇൻറ്റു w സാധനമില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 0.5 കിട്ടും. അതാണ് ഈ ഗെയിമിന് ജയിച്ചെന്നറിയാനുള്ള അറിഞ്ഞതിൻ്റെ പ്രോബിലിറ്റി. ഓക്കെ.